രൂപയ്ക്ക് 2015 മോഡൽ ബി ഓപ്ഷൻ ഡീസൽ ജാസ് നിങ്ങൾക്ക് കൊണ്ടുപോകും. അതും ഫുൾ ഓണിൽ നമുക്ക് ചെയ്ത് കൊടുക്കും. ഫുൾ ഓണും കിട്ടും. പിന്നെ എക്സ്ട്രാ കാര്യങ്ങൾ, ക്രോം കാര്യങ്ങൾ, സ്കാറ്റിങ്, ഫാൻസി സ്കാറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. രൂപയ്ക്ക് 2019 ഡീസൽ അമേസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു പ്രത്യേക വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ കാണിക്കുന്നതിൽ ഒരു 90% വണ്ടികളും സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടികളാണ്. നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ പുറകിൽ ഇതാ നിരന്ന് കിടക്കുന്ന കാണാം. ഇതിൽ അധികവും 90% സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടികളാണ്. അപ്പോൾ ഇന്നോവകൾ, അതേപോലെ തന്നെ ചെറുവണ്ടികൾ ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു എപ്പിസോഡാണ്. എല്ലാ സെഗ്മെൻറ്റ് വണ്ടികളും കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടോ. നമ്മൾ വന്നിരിക്കുന്ന ഷോറൂം മലബാർ യൂസ്ഡ് കാർസാണ്. സ്വാഗതം ചെയ്യാം ജംഷീർ ഭായിനെ. സ്വാഗതം. ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോയിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ലൊക്കേഷൻ വരുന്നത് ചെട്ടിയാർമാടാണ്, മലപ്പുറം. അതായത് മലപ്പുറം കോഴിക്കോട് ബോർഡർ, നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ അടുത്ത് കറക്റ്റ് ചെട്ടിയാർമാട്. യൂണിവേഴ്സിറ്റി 1 കിലോമീറ്റർ അപ്പുറത്താണ്. ഓക്കെ, യൂണിവേഴ്സിറ്റി വരും തെഞ്ഞിപ്പലം, ഇത് ചെട്ടിയാർമാട്. അതായത് ഫ്ലൈ ഓവർ ഇവിടെ വരുന്നല്ലേ? അതിൻ്റെ തൊട്ട് സൈഡ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് എക്സിറ്റ് വരുന്നത്. കോഴിക്കോട് നിന്ന് എറണാകുളം റൂട്ടൊക്കെ പോകുമ്പോൾ ഇവിടെ ഫ്രണ്ടിൽ തന്നെ എക്സിറ്റ് ഉണ്ട്. മറ്റേ ഇതിൽ വരുമ്പോൾ യൂണിവേഴ്സിറ്റിൻ്റെ അടുത്ത് വരുമ്പോൾ കാക്കഞ്ചേരിന്ന് യൂട്ടേൺ അടിച്ച് വരണം. ഓക്കെ, അപ്പോൾ അതാണ് കറക്റ്റ് ലൊക്കേഷൻ. കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ബ്രോ ഇന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാം സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാ? ഏറെക്കുറെ. ഓക്കെ, 1-2 വണ്ടികളെ മാത്രം എക്സ്ചേഞ്ചിന് വന്ന വണ്ടികൾ മാത്രമേ ഉള്ളൂ സെക്കൻഡ് ഓണർഷിപ്പ്. എക്സ്ചേഞ്ച് എടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, ബാക്കി വണ്ടികളൊക്കെ ഞങ്ങൾ അതർ സ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവരുന്ന ഞാൻ സിംഗിൾ ഓണർഷിപ്പ് വണ്ടികളെ സെലക്ട് ചെയ്ത് കൊണ്ടുവരും. അതിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ഉറപ്പ് കൊടുക്കുന്നത് നമ്മളെ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഒക്കെ പ്രൈവറ്റ് വണ്ടികളാണ് കൂടുതലും ഉള്ളത്. സിംഗിൾ ഓണർഷിപ്പ് ടാക്സികൾ അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കുക. ടാക്സിന്റെ ഇതിൽ തന്നെ പറഞ്ഞു കൊടുക്കും. എന്തായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോ. അധികവും ഡീസൽ വണ്ടികൾ തന്നെയാണോ അതോ പെട്രോൾ? ഡീസൽ വണ്ടികൾ തന്നെ കൂടുതലും. ഓക്കെ, അപ്പോൾ നല്ല മൈലേജ് വേണ്ടവർക്ക് എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്താൽ കണ്ടോ അല്ലേ? അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അത് നമുക്ക് ഇന്നോവയിൽ തുടങ്ങാം. ഇത് എവിടെയെങ്കിലും റീ ആയോ? അവിടെ KL 84 നമ്പറാണ്. 84 കൊണ്ടോട്ടി അല്ലേ? കൊണ്ടോട്ടി രജിസ്ട്രേഷനിലായി കഴിഞ്ഞ വണ്ടിയാണ്. ഏതാ മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2015 G4 സിംഗിൾ ഓണർഷിപ്പിൽ വന്ന പ്രൈവറ്റ് വാഹനം. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എക്സ്ട്രാ നമ്മൾ ഫാൻസി ഗ്രില്ല്, ബാക്കിൽ ഫാൻസി സ്കാറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ടയർ ഭാഗമൊക്കെ അത്യാവശ്യം ഒരു 80-90% 4 ടയറും ഉണ്ട്. പിന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓട്ടോ എത്ര പോയി? ഓട്ടോ 160. ജെനുവിനിറ്റി പറയാൻ പറ്റുമോ? ജെനുവിനിറ്റി ചിലപ്പോൾ ആയിക്കൂടെ ഇല്ല, പക്ഷെ ഞങ്ങൾ ഒരു വണ്ടിക്കും ജെനുവിൻ പറയുന്നില്ല. ഓക്കെ, ഓട്ടം പറയുന്നില്ല. കറക്റ്റ് സർവീസ് ഉണ്ടാവില്ല അല്ലേ? സർവീസ് ഉണ്ടായിക്കൂടെ? സർവീസ് ഇല്ലല്ലോ കറക്റ്റ്? ഇല്ല. ഓക്കെ, അതുകൊണ്ട് ജെനുവിനിറ്റി പറയാൻ പറ്റില്ല. നിലവിലെ മെക്കാനിക്കൽ കണ്ടീഷൻ എങ്ങനെയാണ്? ഫസ്റ്റ് ക്വാളിറ്റിയാണ്, ഒരു വർഷം ഹൈ ക്വാളിറ്റിയാണ്. എവിടെയും കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. ഓക്കെ, 15 മോഡൽ G4 അല്ലേ? G4. ഓക്കെ, KL 84 ആയി കഴിഞ്ഞു. എത്ര കൊടുക്കുക ഇത്? ഇത് 8.25 ആസ്ക് ചെയ്യുന്ന റേറ്റ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ മാന്യമായിട്ട് കുറച്ച് ചെയ്യാം. ഓക്കെ, 8,75,000 15 G4 കേരള നമ്പറായി. ഇനി നിങ്ങൾ ഒന്നും ചെയ്യാനില്ല. ഇത് കേരള നമ്പർ ആക്കണമെങ്കിൽ എത്ര പൈസ കൊടുക്കേണ്ടി വന്നേനെ? ഒരു 85-90 രൂപ. 90, 1 ലക്ഷത്തിനടുത്ത് കൊടുക്കേണ്ടി വന്നേനെ. അപ്പോൾ ഇനി ഒന്നും നിങ്ങൾ ചെയ്യാനില്ല. കേരള നമ്പർ ആയി കഴിഞ്ഞ വണ്ടി ലോണും കിട്ടുമല്ലോ? ലോൺ ഒരു 7 മുതൽ 8 വരെ ലോൺ. സിംഗിൾ ഓണർഷിപ്പ് ആയതുകൊണ്ട് ചിലപ്പോൾ നല്ല എമൗണ്ട് ചാൻസ് ഉണ്ട്. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ഇന്നോവ സിൽവർ കളർ. ഇതും മാറിയോ? നമ്പറായോ? അത് നമ്പറാക്കാൻ ആർ ടി ഓഫീസിൽ കൊടുത്തിട്ടുള്ള പേപ്പർ. എവിടെയാ കൊടുത്തത്? ഞങ്ങൾ പേരിലാണ് നമ്പർ ആവുന്നത്. മലപ്പുറം കൊണ്ടോട്ടിയിലേക്ക് നമ്പർ ആവുന്നുണ്ട്. ഓക്കെ, ഇതും 2016 രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇതും പ്രൈവറ്റിൽ വന്ന വണ്ടിയാണ്. 15 മോഡലും 16 രജിസ്ട്രേഷൻ വരുന്നുണ്ട് ഇതിന്. ഓക്കെ, ഇത് A സീറ്റിൽ വന്ന വാഹനമാണ്. ഏതാ? വി ആണോ ഓപ്ഷൻ? വി ആണോ ഓപ്ഷൻ? അല്ല, G4 കൺവേർട്ട് ആയി എന്ന് പറയാം. പിന്നെ എക്സ്ട്രാ കാര്യങ്ങൾ, ക്രോം കാര്യങ്ങൾ, സ്കാറ്റിങ്, ഫാൻസി സ്കാറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിന് നമ്മൾ ഒരു 8.90 ആസ്ക് ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ പാകം പോലെ നമുക്ക് ചെയ്ത് കൊടുക്കും. ഒരു 8.70 ലാസ്റ്റ് ഫൈനൽ നമുക്ക് ചെയ്തു. ഓക്കെ, 8.70 ഫൈനൽ റേറ്റ് ആണ്. 15 മോഡൽ 16 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. അഡീഷണൽ അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കേരള നമ്പർ ആക്കിയിട്ടുള്ള വിലയാണ് പറഞ്ഞത്. KL 84 റീ ആയി കഴിഞ്ഞിട്ടുള്ള വില. ഓക്കെ, ഇത് ഫാൻസി കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതേമാതിരി സ്കാറ്റിങ് കാര്യങ്ങൾ, GR കിറ്റ് കയറ്റി കൊടുക്കണം. നമ്മൾ എല്ലാം ചെയ്ത് കൊടുക്കും. എല്ലാം നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്.
ഇപ്പൊ ഈ രണ്ട് വണ്ടി നമ്മളിപ്പോൾ കാണിച്ചത് 16 15 വണ്ടിയാണ്. നമ്മളടുത്ത് 2008 മുതൽ 2016 വരെ സ്റ്റോക്ക് ഉണ്ട്. റെഡി സ്റ്റോക്ക് ഉള്ള വണ്ടി ഒക്കെ അത് ബാക്കിൽ ഇങ്ങനെ കണ്ടില്ലേ, റെഡി സ്റ്റോക്ക് ഉള്ള വണ്ടി. അപ്പോൾ ബഡ്ജറ്റ് കുറഞ്ഞത്, അതായത് 2.5 ലക്ഷം മുതലുള്ള വണ്ടി ഇപ്പോൾ ഞങ്ങൾക്ക് സ്റ്റോക്ക് ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിലും വിളിക്കാം ഇന്നോവയ്ക്ക്, അത്രേ ഉള്ളൂ. കിലോമീറ്റർ എത്രയുണ്ട്? ഇത് 140 കാണിക്കുന്നതാണ്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്, അടുത്ത ഇന്നോവ ഇത് മാറിയോ? 84 ഇല്ല, അത് NOC കയ്യിൽ എത്തിയിട്ടുള്ളൂ. എത്തിയിട്ടുണ്ട്. ഓക്കെ. മാറിയിട്ടുള്ള വിലകളല്ലോ പറയുന്നത്? മാറിയിട്ടുള്ള റേറ്റ് നമ്മൾ പറയണം. 84 തെങ്ങനെ മാറുക. ഓക്കെ. ഏതാ മോഡല്? ഇത് 2013 G4. 13 ആണല്ലേ? 13 G4 സിംഗിൾ ഓണർഷിപ്പ്. ഇതും സിംഗിൾ ഓണർ വണ്ടിയാണ്. നല്ല ടയർ ഭാഗമുണ്ട് വണ്ടിയിൽ. ടയറൊക്കെ പുതിയ ടയർ തന്നെ പറയാം, 4 ടയർ. ഓക്കെ. ക്ലെയിമോ കാര്യങ്ങളെന്തെങ്കിലും? കാര്യങ്ങളൊന്നും മേജറായിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ല വണ്ടിക്ക്. ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അവിടെ സിംഗിൾ ഓണർഷിപ്പാണ്, ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ സെക്കൻഡ് ആവും. ഓക്കെ. അപ്പോൾ എത്രയാണ് ചോദിക്കുന്നത് ഇപ്പോൾ? ഇത് ഒരു 690 ആസ്ക് ചെയ്യണത്. നമ്പർ ആയിട്ടല്ല? നമ്പറായിട്ട്, കേരള നമ്പർ ആയിട്ട് 690 2013 G4 കൊണ്ടുപോകാം. ഒരു 5.5 ലക്ഷമൊക്കെ ലോൺ വരും. 5-5.5 ലക്ഷം ലോണ് ചാൻസ് ഉണ്ട്. ഓക്കെ. വേറെ വർക്കൊന്നും ഇപ്പോൾ ചെയ്യാനില്ലല്ലോ? വർക്കുകളൊക്കെ ഞങ്ങൾ ഒരുവിധം വർക്കുകളൊക്കെ ചെയ്ത്, ഇനി അഡീഷണൽ ഇപ്പോൾ ഫാൻസി ടൈപ്പിൽ ഓരോന്ന് ചെയ്യുന്നുണ്ടല്ലോ ഓരോ പാർട്ടികൾ, അത് നമുക്ക് ചെയ്ത് കൊടുക്കണേ അങ്ങനെ ചെയ്ത് കൊടുക്കാം. അത് അഡീഷണൽ കോസ്റ്റ് വരും, അത്രയേ ഉള്ളൂ. ഓക്കെ. അടുത്ത വണ്ടി, അടുത്തത് വൈറ്റ് ഇന്നോവ. ഇതോ ഇതേ മോഡല്? ഇത് 2013 G4. നമ്പർ NOC ആയോ? NOCക്ക് കൊടുത്തിട്ടുള്ളൂ. 84 കൊടുത്തിട്ടുള്ളൂ. മാറ്റാൻ പറ്റുമോ? അത് നമുക്ക് ഇനിയിപ്പോൾ റെഡി പാർട്ടി ഉണ്ടെങ്കിൽ നമുക്ക് പാർട്ടിക്ക് നേരെ NOC എടുത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ RTOയിലൊക്കെ എടുത്തു തരാൻ പറ്റുകയും ചെയ്യും. ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ, വേണേൽ ക്യാൻസൽ ആക്കാൻ പറ്റും അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങളെ രജിസ്ട്രേഷനിലേക്ക് കിട്ടുന്ന ഒരു വണ്ടിയാണിത്. ഏതാ മോഡൽ കാര്യങ്ങളൊക്കെ? 2013 G4 സിംഗിൾ ഓണർഷിപ്പ് ആണ്. പിന്നെ ഇത് സെയിം റേറ്റ് തന്നെയാ? സെയിം റേറ്റ് തന്നെയാണ്. 690 ആസ്ക് ചെയ്യുന്ന റേറ്റ്. ഓക്കെ. 690 ചോദ്യം. നമ്പർ ആക്കിയിട്ടുള്ള വിലയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ RTOയിലേക്ക് നമ്പർ ആക്കി കഴിഞ്ഞിട്ടുള്ള വിലയാണ്. 690 ചോദ്യമാണ്. 2013 G4. കിലോമീറ്റർ എത്രയുണ്ട്? കിലോമീറ്റർ 1.75. ഓക്കെ. ഇതിനുവേണ്ടി പറയുന്നില്ല. വണ്ടി കൊണ്ടുപോവാ, ചെക്ക് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് നോക്കുക, മെക്കാനിക്കൽ സൈഡൊക്കെ ഉറപ്പ് വരുത്താം. എൻജിൻ സൈഡ് പിന്നെ ടൊയോട്ടൊക്കെ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഓക്കെ. ടയർ ഭാഗം ടയറൊക്കെ ഒരു 80-90% ടയർ ഉണ്ട്. പിന്നെ സീറ്റ് കവർ പുതിയതാണ്. ബാക്കിൽ സ്കാറ്റിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ സ്ക്രീനോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടോ? സ്ക്രീൻ ഉണ്ടോ? അത് സ്ക്രീൻ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. 690 കേരള നമ്പർ ആക്കിയിട്ട് 13 G4. അടുത്ത വണ്ടിയില്ലേ? അടുത്തത് ഹോണ്ട അമേസ്. ഇതും വണ്ടിയാണ്, ഡീസലാണ് അല്ലേ? ഡീസൽ അമേസ് ആണ്. 20ന്റെ മേലെ തന്നെ മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റിയ വണ്ടി. 3rd ജനറേഷൻ അമേസ്. ഇത് നമ്പറായോ എവിടേക്കെങ്കിലും? അത് നമ്പറായി. ഇത് ഞാൻ കൊടുത്ത വണ്ടിയേനു, കുറച്ച് മുമ്പ് ഞാൻ കൊടുത്ത വണ്ടിയേനു. അന്ന് NOC എത്താത്തതുകൊണ്ട് ആ കച്ചവടം ക്യാൻസൽ ആക്കി. ഇപ്പൊ നമ്പർ ആക്കി വെച്ചിക്കണ്. 84 മാത്രമേ ഉള്ളൂ. KL 84 നമ്പർ ആയിക്കണ്. 84 കൊണ്ടോട്ടി. ഇത് 2019 സിംഗിൾ ഓണർഷിപ്പ് വാഹനം തന്നെയാണ്. പിന്നെ ആകെ 70 ഓടിയിട്ടുള്ളൂ വണ്ടി. അത് ജെനുവിൻ ആണോ? ജെനുവിൻ ആണെന്നാണ് എടുത്തപ്പം പറഞ്ഞത്. നല്ല ജെനുവിൻ തന്നെ. അല്ല, സർവീസ് റെക്കോർഡ് പരിശോധിച്ചു? സർവീസ് റെക്കോർഡ് ചെക്ക് ചെയ്താ ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും കിലോമീറ്റർ ജെനുവിനാണ്. 70,000 കിലോമീറ്റർ. 2019. ഏത് ഓപ്ഷൻ ബേസ് ആണോ? ബേസ് മോഡൽ. AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. ഓക്കെ. 2 എയർ ബാഗ് ഉണ്ടാവേ. പിന്നെ എത്ര ഇനി ചോദിക്കുന്നത് ഇപ്പോൾ? ഇതിന് 5,60. 5,60,000 രൂപയ്ക്ക് 2019 ഡീസൽ അമേസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. 19 ഡീസൽ അമേസ് 5,60 കൊണ്ടുപോകാം. KL 84 റീ ആയി കഴിഞ്ഞ വാഹനമാണ്. ഓക്കെ. ഫുൾ ലോണ് ചാൻസ് ഉണ്ടോ? ഫുൾ ലോൺ ചാൻസ് ആണ്. ഫുൾ ലോൺ വാഹനമാണ്. ഓക്കെ. അപ്പോൾ മൈലേജും കംഫർട്ടുള്ള വണ്ടി വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും. ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അതർ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന വണ്ടിക്ക് എന്തെങ്കിലും ഒരു റീപ്ലേസ് ഉണ്ടാവും. ഇത് അതുപോലും ഇല്ലാത്ത വണ്ടിയാണ്. ഒന്നുമില്ല. ചെറിയൊരു കല്ലടിച്ചൊരു പാടുണ്ട്. ചില വണ്ടികൾക്ക് ഒരു കല്ലടിച്ച പാട്. ഓക്കെ. അടുത്ത വണ്ടി, അടുത്തത് ഹോണ്ട ജാസ് ആണ്. പ്രീമിയം ഹാഷ് ബാക്ക് കാറ്റഗറി. ഇത് റീ ആയി കഴിഞ്ഞോ? RTO കൊടുത്തിരിക്കുന്ന പേപ്പർ 84 തന്നെ. KL 84 വണ്ടികൾ ഞാൻ RTO കൊടുത്തിട്ടിരിക്കുന്നത്. ഓക്കെ. എല്ലാത്തിനും NOC വന്നതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ നിൽക്കുന്നത്. ഓക്കെ. കേരള നമ്പർ ആക്കിയിട്ടുള്ള വിലയാണ് പറയാൻ പോകുന്നത് അല്ലേ? ഡീസൽ ജാസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോണ്ടയുടെ ഡീസൽ എഞ്ചിൻ. മൈലേജ് അത്ര തന്നെ കിട്ടും ഏകദേശം അല്ലേ? ഇത് 2015 V ഓപ്ഷൻ. ഇത് 92-95 ഓട്ടം ഒന്നിൻ്റെ താഴെ. അത് ഉറപ്പിക്കാവോ? അല്ല, ഇത് ഉറപ്പിക്കാൻ പറ്റൂല. ഓക്കെ. ഇത് ഉറപ്പിക്കാൻ പറ്റൂല. കിലോമീറ്റർ 95 മീറ്റർ കാണിക്കുന്നതാണ്. ഓക്കെ. ടൊയോട്ട പോലെ തന്നെയാണ് ഹോണ്ടയുടെ പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും അല്ലേ? അത്യാവശ്യം ലൈഫുള്ള എഞ്ചിനാണ്. പ്രോപ്പർ 10,000 സർവീസ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു പണിയും വരാൻ ചാൻസ് ഇല്ല. ഓക്കെ. അപ്പോൾ ബാക്കി
ബാക്കി ഇത് ബി ഓപ്ഷൻ ആണ് ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും അലോയ്സ് അടക്കമുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ ഇതും ഏകദേശം സെയിം തന്നെയാണ്. ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും മാറിയിട്ടുണ്ടോ? ഗ്ലാസ് എന്തെങ്കിലും മാറിയിട്ടുണ്ടോ? ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. ഒന്നും മാറിയിട്ടില്ല, റീപ്ലേസ് ഇല്ല. എത്ര ചോദിക്കുന്നത്? ഒന്നും ഇല്ലാത്ത വാഹനമാണ്. എത്ര ചോദിക്കുന്നത്? ഇത് 3,95,000 നമുക്ക് ഫൈനൽ ചെയ്യാം. നമ്പർ ആക്കിയിട്ടല്ല 3,95,000 രൂപയ്ക്ക് 2015 മോഡൽ ബി ഓപ്ഷൻ ഡീസൽ ജാസ് നിങ്ങൾക്ക് കൊണ്ടുപോകും. അതും ഫുൾ ഓണിൽ നമുക്ക് ചെയ്ത് കൊടുക്കും. ഫുൾ ഓണും കിട്ടും. സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ. സിംഗിൾ ഓണർ വണ്ടി. അടുത്ത വണ്ടിയിൽ വീണ്ടും സെയിം ഓപ്ഷൻ സെയിം ഇയർ തന്നെയാ. 16 രജിസ്ട്രേഷൻ ഉണ്ട്. ഇത് 15 മോഡലും 16 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. അത് 15 മോഡലും 15 രജിസ്ട്രേഷനാണ് വന്നത്. ഓക്കെ, ബി ഓപ്ഷൻ തന്നെയാണ്. അലോയ്സ് കാര്യങ്ങൾ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ്. ഡീസലാണ് അല്ലേ? 18 അല്ല 20 മേലെ തന്നെ മൈലേജ് പ്രതീക്ഷിക്കാം. 23 വരെ കിട്ടുന്നുണ്ട്. അതാ പറഞ്ഞത്. ടൗണിലൊക്കെ എത്ര റഫായിട്ട് ഓടിച്ചാലും 18-19 കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ? എത്ര ഇതിന് ചോദിക്കുന്നത്? ഇതിന് അതേ സെയിം റേറ്റ് തന്നെ. സെയിം റേറ്റ്. ഓട്ടോ എത്ര ഇതിന്റെ കാണിക്കുന്നത്? ഇതിന് 55 കിലോമീറ്റർ. ഉറപ്പിക്കുന്നില്ല? ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇല്ലല്ലോ, ഒന്നുമില്ല. ഇതിന് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ്. 3,95,000 ഈ ഒരു ജാസും നിങ്ങൾക്ക് കേരള നമ്പർ ആയി കഴിഞ്ഞിട്ട് കൊണ്ടുപോകാം. വേറെ ഒന്നും ചെയ്യാനില്ല. ഡീസൽ വണ്ടി. അതും അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഹോണ്ട WRV ജാസിന്റെ ഒരു അടുത്ത സെഗ്മെന്റ് വാഹനമാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ തോന്നുന്നു അല്ലേ? ഏറ്റവും ഫുള്ള് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരും. അലോയ്സും എല്ലാം വരുന്ന വാഹനം. ഏതാ മോഡൽ? ഇത് 2017-18 രജിസ്ട്രേഷൻ. 17 മോഡലും 18 രജിസ്ട്രേഷൻ. ഓക്കെ, ഇതും സിംഗിൾ ഓണർ വണ്ടിയാണ്. സെക്കൻഡ് ചാവി, സർവീസ് ബുക്ക് എല്ലാം ഉള്ളതാണ്. ഓക്കെ, കിലോമീറ്റർ എത്രയാ? കിലോമീറ്റർ 94 കിലോമീറ്റർ. 94,000 കിലോമീറ്റർ. ഡീസൽ ആണ് അല്ലേ? ഡീസൽ വണ്ടി. മൈലേജ് കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും. ക്ലെയിമോ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒരു റീപ്ലേസും ഇല്ല. ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഓക്കെ, ഇനി കിലോമീറ്റർ ഉറപ്പിക്കാവോ? കിലോമീറ്റർ ജെനുവിനിറ്റി ഞാൻ നോക്കിയിട്ടില്ല. ഏകദേശം ഇതായിരിക്കും അല്ലേ? നിങ്ങൾക്ക് എന്തായാലും ചെക്ക് ചെയ്യാം നോക്കിയിട്ട്. ഓക്കെ, സെക്കൻഡ് ഗീ കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. അവിടെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര ചോദിക്കുന്നതിന് ഇപ്പോൾ? ഇത് 6,45 നമുക്ക് കേരള നമ്പർ ആക്കി കൊടുക്കാം. 84 ആക്കിയിട്ട് അല്ലേ? 6,45 ഫുൾ ലോണിൽ 6,45,000 രൂപ ഫുൾ ലോണിൽ ഡീസൽ WRV 17 മോഡൽ 18 രജിസ്ട്രേഷൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകും. ഫുൾ ലോണും കിട്ടുക. അടുത്ത വണ്ടി. അടുത്തത് ടൊയോട്ട എറ്റിയോസ് ലിവ KL65 റീ ആയി കഴിഞ്ഞ വണ്ടിയാണ്. അപ്പോൾ ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് ഇപ്പോൾ തേർഡിലേക്ക് മാറി. ഇനിയിപ്പോൾ പിന്നെ തേർഡിലേക്ക് മാറുന്നതാ? അപ്പോൾ തേർഡിലേക്ക് മാറി. ഓക്കെ, 65 തേർഡിലേക്ക് മാറി അല്ലേ? ഓക്കെ, ഏതാ മോഡല്? ഇത് 2016 GD SP 2016 AC പോസ്റ്റർ, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരും. അലോയ്സ് ഒന്നും ഉണ്ടാവില്ല. ഡ്യുവൽ ടോൺ ചെയ്താ? ഇത് ഡ്യുവൽ ടോൺ ചെയ്ത് മോഡൽ ന്യൂ മോഡലിലേക്ക് കൺവേർട്ട് ആക്കി ന്യൂ ടൈപ്പിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ പുതിയ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നു. മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ എത്രയാണ് കാണിക്കുന്നത്? കിലോമീറ്റർ 1,20. 1,20,000 കിലോമീറ്റർ. ഓക്കെ, കേരള നമ്പറായി ഒന്നും ചെയ്യാനില്ല. നല്ല മൈലേജ് ഉണ്ടാവും. കുറഞ്ഞ മെയിൻ്റനൻസിൽ കൊണ്ടു നടക്കാൻ പറ്റും. എത്രയാണ് ചോദിക്കുന്നതിന്? 4,30,000 രൂപയ്ക്ക് നമുക്ക് 4,30,000 കേരള നമ്പർ ആയി കഴിഞ്ഞാൽ ഡീസൽ GD SP ഓപ്ഷൻ വരുന്ന ഈ ഒരു ടൊയോട്ട എറ്റിയോസ് ലിവ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒന്നും ചെയ്യാനില്ല വേറെ. ഇപ്പോൾ ഇവിടെ കൊടുക്കുന്ന വണ്ടിയൊക്കെ നിങ്ങൾ ജനറൽ സർവീസ് ചെയ്തിട്ടാണോ കൊടുക്കുന്നത്? അല്ലെങ്കിൽ സർവീസ് ഒരുവിധം വണ്ടിൻ്റെ ഒക്കെ സർവീസ് ചെയ്തിട്ടുണ്ട്. ചെയ്യാത്തത് നമ്മൾ പിന്നെ അതിനോട് പറയലാണ്. അങ്ങനെ തന്നെ പറയൂലേ? ഇല്ല പിന്നെ അവർ വിട്ടു, അതാ ചോദിച്ചത്. ഓക്കെ, ഫുൾ ലോൺ കയറോ? ഫുൾ ലോൺ 4 ലക്ഷം വരെ ലോൺ. 4 ലക്ഷം വരെ 30,000 കണ്ട ഇറക്കണം. ഓക്കെ, അടുത്ത വണ്ടിയിൽ. അടുത്തത് ഡാറ്റ്സൺ ഗോ പ്ലസ് ആണ്. ഒരു ചെറിയ 7 സീറ്റർ വാഹനം. KL4 രജിസ്ട്രേഷൻ. ഇതെങ്ങനെ ഡീറ്റെയിൽ പോവാം? നമുക്ക് എക്സ്ചേഞ്ച് വന്ന വാഹനമാണ്. ഇത് സെക്കൻഡ് ചാവി, സർവീസ് ബുക്ക് എല്ലാം ഉണ്ട്. ഓക്കെ, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഏതാ മോഡൽ? 1 സംതിങ് കിലോമീറ്റർ ഓട്ടം. ഇത് നമുക്ക് മോഡൽ ഏതാ? 2015. ഏതാ ഓപ്ഷൻ? ടി ആണോ? 2 ഡോർ പവർ വിൻഡോ വരുന്ന ഓപ്ഷനാ? 2 ഡോർ പവർ വിൻഡോ വരുന്നത്. എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ് ആണ്. AC പവർ വിൻഡോ എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ, 2015 പക്കയാണ്. 1 സംതിങ് ഓട്ടം പോയ 2015 ഡാറ്റ്സൺ ഗോ പ്ലസ്. ബാക്കിൽ ബേബി സീറ്റ്സ് ആണ്. ചെറിയ കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു 7 സീറ്റർ വരുന്ന വാഹനം അല്ലേ? ഓക്കെ, ക്ലെയിമും കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ചാവി, സർവീസ് ബുക്ക് എല്ലാം ഉണ്ട്. ഓക്കെ, ഡാറ്റ്സന്റെ സർവീസ് നമ്മളെ നിസാനിൽ തന്നെയാണ് വരിക. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഹിസ്റ്ററി എടുക്കാൻ പറ്റും. എത്രയാണ് ചോദിക്കുന്നതിന് ഇപ്പോൾ? എത്ര ഇതിന് ചോദിക്കുന്നത്? 1,95 നമുക്ക് 1,95,000 രൂപയ്ക്ക് അല്ലേ? 2015 വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഫുൾ ലോൺ ചാൻസ് ഉണ്ടോ? ഫുൾ ലോൺ ഏകദേശം ഫുൾ ലോൺ ചാൻസ് ഉണ്ട്.
അടുത്തത് ടൊയോട്ട എറ്റിയോസ് സെഡാൻ കാറ്റഗറി വാഹനമാണ്. KL 84 റീ ആയി കഴിഞ്ഞു. ടാക്സി വണ്ടിയാണ്. ടാക്സിയിലാണ് ഇപ്പോൾ റീ ആയിട്ടുള്ളത്. അവിടെയും ടാക്സി ആയിരുന്നു, അവിടെയും ടാക്സി ആയിരുന്നു, ഇവിടെയും ടാക്സിയിലേക്ക് റീ ആയിട്ടുണ്ട്. കൂടുതൽ ഇത് ടാക്സി ആവശ്യത്തിനാന്ന് തോന്നുന്നില്ല കൂടുതൽ ടാക്സിക്കാണ് കൂടുതൽ. ഇത് പ്രൈവറ്റ് ആക്കണമെങ്കിൽ ഇനി എന്താ ചെയ്യണ്ടേ? ചെറിയ ഒരു എമൗണ്ട്, ഒരു 2-3 റുപ്യ, 2-3 റുപ്യ വേണ്ട പ്രൈവറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, ഏതാ മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2019 ലാസ്റ്റ് 11 ഓക്കെ, 11 ലാസ്റ്റ് വണ്ടിയാണ്. പിന്നെ GD ആണ്. GD ആണല്ലേ? ഓക്കെ, ഡീസൽ വണ്ടി 20 മേലെ തന്നെ മൈലേജ് ഉണ്ടാവും. പിന്നെ ടാക്സി പർപ്പസ് അങ്ങനത്തെ ഒക്കെ നോക്കുന്നവർക്കുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയാണ് അല്ലേ? ഓട്ടോ എത്ര കാണിക്കുന്നത്? 170. എത്രയാണ് ചോദിക്കുന്നതിനിപ്പോൾ? 570 നമുക്ക് ഫൈനൽ ചെയ്യാം. 5,70,000 രൂപയ്ക്ക് 2019 എറ്റിയോസ് GD ഓപ്ഷൻ വരുന്ന വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ടാക്സിയിൽ തന്നെയാണ്. ഇപ്പോൾ ടാക്സീൻ്റെ ബാക്കിയുള്ള പേപ്പറിൻ്റെ അവസ്ഥയൊക്കെ എന്താ? ടാക്സിലെല്ലാ പേപ്പറും ഇപ്പോൾ ഫുൾ ഫിറ്റ് ആണ്. ഇൻഷൂർ ഇപ്പോൾ കഴിഞ്ഞിരിക്കണേ. ഇൻഷൂർ നമ്മൾ പാർട്ടിക്കപ്പം നേരിട്ട് ഈ വില തന്നെ എടുത്ത് കൊടുക്കുക അല്ലേ? ഓക്കെ, ലോൺ എത്ര കയറും? ലോൺ ഏകദേശം ഫുൾ ലോൺ ചാൻസ്. അടുത്ത വണ്ടിയിൽ ഇത്രയും ഡീസൽ വണ്ടികളുടെ കൂട്ടത്തിൽ ഇതാ അടുത്തൊരു പെട്രോൾ വണ്ടിയാണ്, സെലേറിയോ. അതും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വണ്ടി, ZXi ഓട്ടോമാറ്റിക് ആണ്. ഇതേതാ മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2018 സിംഗിൾ ഓണർഷിപ്പിൽ വന്ന നമ്പറായതാണ്. ഓക്കെ, ഇവിടെ നമ്പർ ആയി കഴിഞ്ഞാൽ കുറഞ്ഞ കിലോമീറ്റർ ഉള്ള 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 54,000 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന വാഹനമാണ് ZXi ഓട്ടോമാറ്റിക് 2018 KL 11 റീ ആയി കഴിഞ്ഞ വണ്ടി. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം അകസ്റ്റേറ്റ് വാഹനമായതുകൊണ്ട് ക്ലെയിം നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. ഇതുമേ മേജർ ഇഷ്യൂസ് ഒന്നുമില്ല, കാര്യങ്ങളൊന്നുമില്ല. മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കും. അല്ല, മേജർ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ, അത് നിങ്ങൾ നോക്കിയല്ലേ? അതാ ചോദിച്ചത്. ഓക്കെ, മൈലേജ് ഒരു 14-17 റേഞ്ച് വരെ ഏകദേശം മൈലേജ് കിട്ടും. ഓട്ടോമാറ്റിക്. ലേഡീസ് കൂടുതൽ ചോദിച്ചു വരുന്ന വാഹനമാണ് ഓട്ടോമാറ്റിക് സെലേറിയോ അല്ലേ? ഓക്കെ, വലിയ മെയിൻ്റനൻസും വരില്ല. അപ്പോൾ എത്രയാണ് ചോദിക്കുന്നത് ഇപ്പോൾ? ഇത് നമുക്ക് ഒരു 3,35 3,35,000 രൂപയ്ക്ക് 2018 ZXi ഓട്ടോമാറ്റിക് സെലേറിയോ ഫുൾ ഓപ്ഷൻ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. റീ ആയതുകൊണ്ടാണ് ഈ വില വരുന്നത്. കേരള വണ്ടിയാണ്, ഏകദേശം 4,4 മുകളിൽ മാർക്കറ്റ് വരുന്ന വണ്ടിയാണ്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. ഫുൾ ഓണും കയറില്ലേ? ഫുൾ ഓൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. 4 ടയർ പുത്തൻ ടയറാണ്. ഇത് ഓണർഷിപ്പ് എത്രയാണ്? സിംഗിളാ? ഇത് സിംഗിൾ ഓണറിൽ വന്ന് നമ്പറായ വണ്ടി. ഇപ്പോൾ സെക്കൻഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത വണ്ടിയിൽ നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് ഹ്യുണ്ടൈ ഇയോൺ KL 11 രജിസ്ട്രേഷൻ അല്ലേ? കേരള വണ്ടി തന്നെ? കേരള വണ്ടി തന്നെ, സിംഗിൾ ഓണർ വണ്ടിയാണ്. 54,000 കിലോമീറ്റർ. ഏതാ മോഡല്? 2013 മോഡൽ. ഇറ പ്ലസ്. 54,000 ജെനുവിനാണോ കിലോമീറ്റർ? ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. അത് ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ വണ്ടി വണ്ടിയാണ്. പാർക്കറ്റ് സെയിലാണ് അല്ലേ? ഓക്കെ, 2013 ഇറ പ്ലസ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരും. സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ ഒക്കെ അഡീഷൻ ചെയ്തിട്ടുണ്ടോ? സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, എത്ര ചോദിക്കുന്നത് ഇപ്പോൾ? ഇത് 1,45,000. 1,45,000 കൊണ്ടുപോകാം. 2013 ഇറ പ്ലസ്. ഓക്കെ, ലോ കിലോമീറ്റർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കാണ്. പാർക്ക് ആൻഡ് സെയിലാണ്. അവർ ചോദിക്കുന്നതാണ്. റേറ്റ് എന്തെങ്കിലും ചോദിച്ച് മാറ്റം വരുത്താം അല്ലേ? ഓക്കെ, എന്തായാലും 1 ലാഖിൻ്റെ മേലെ തന്നെ ലോണും ചാൻസ് ഉണ്ട്. അപ്പോൾ താല്പര്യമുണ്ടോ വിളിച്ചോളൂ. ഇങ്ങനത്തെ ചെറുവണ്ടികൾ വേറെ ഉണ്ട് കേട്ടോ, സ്വിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ് ഈ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് പറ്റിയ വണ്ടി 50ന്റെ താഴെയുള്ള, അതൊക്കെ താഴെയുള്ള വണ്ടികളുണ്ട്. പിന്നെ നമുക്ക് ഒരു 2 ലക്ഷത്തിൻ്റെ ഉള്ളിലുള്ള വാഹനം ഒരുപാട് ബാക്കിലുണ്ട്. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ. ഇഷ്ടംപോലെ വണ്ടികൾ വേറെ ഉണ്ട്, ചെറുവണ്ടികളൊക്കെ തന്നെ ഉണ്ട്. കോൺടാക്ട് നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്താൻ വിട്ടുവരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാതെ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ആർക്കും മുന്നോട്ട് സാധിക്കില്ല. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആവുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു ബ്രോ. താങ്ക് യു. ബൈ.